എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മണ്ണൂത്തിയിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷയൊന്നുമില്ല, ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ മണ്ണൂത്തിയിലേക്കാണ് ഇപ്പോൾ അറ്റൻഡൻറ്റ് അതുപോലെ ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് ജോലി ഒഴിവുണ്ട്. ജോലി വരുന്നത് കർഷകമിത്ര മെഡിക്കൽ സ്റ്റോറിലായിരിക്കും. കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത്. 1 വർഷത്തേക്കാണ് ജോലി വരുന്നത്. തിരഞ്ഞെടുക്കുന്നത് ഇൻ്റർവ്യൂ വഴിയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ 8-ാം തീയതി രാവിലെ 10 മണിക്കാണ്. സ്ഥലം യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് TVCC മണ്ണൂത്തിയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലും അതുപോലെ തന്നെ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് അറ്റൻഡൻ്റ് ആണ്. 1 വേക്കൻസിയാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. കാറ്റഗറി വരുന്നത് മുസ്ലിം ആണ്. അതായത് മുസ്ലിം കാറ്റഗറി ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രി ഓർ ഡിപ്ലോമയാണ് പറയുന്നത്. 10ാം ക്ലാസ് മാത്രമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. മുസ്ലിം കാറ്റഗറിയാണ് വരുന്നത്. അടുത്ത പോസ്റ്റ് ലാബ് അസിസ്റ്റൻ്റ് ആണ്. യോഗ്യത വേണ്ടത് +2, കൂടാതെ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക് അല്ലെങ്കിൽ പോൾട്രി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറി സയൻസ് ആണ് വേണ്ടത്. ഓപ്പൺ കാറ്റഗറിയാണ്, ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. അവിടെയും ഡിസൈറബിൾ ക്വാളിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട്. ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് ക്വാളിഫിക്കേഷൻ പ്രിഫറൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ഈ 2 തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴും നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാൻ നേരത്ത് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുപോകണം. ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. എന്നിട്ട് ഒരു ബ്രീഫ് ബയോഡേറ്റയും കൊണ്ടുപോകണം. ബയോഡേറ്റയിൽ നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, കോൺടാക്ട് നമ്പർ എല്ലാം എഴുതണം. നിങ്ങൾ ഈ ബയോഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരാൾക്ക് അഡ്രസ്സ് ചെയ്താണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ഫ്രമും ടൂവും വെക്കണം. ഈ 2 എഴുതുമ്പോഴത്തേക്കും അത് എഴുതേണ്ടത് പ്രൊഫസർ ആൻഡ് ഹെഡ് യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ KVASU മണ്ണൂത്തി, ഈ ഒരു വ്യക്തിക്ക് അഡ്രസ്സ് ചെയ്താണ് നിങ്ങൾ ബയോഡേറ്റ എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. ലാബ് അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി ശമ്പളം ലഭിക്കുന്നത് 20,065 രൂപയായിരിക്കും. ഇനി അറ്റൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് 18,390 രൂപയായിരിക്കും. കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത്. 1 വർഷത്തേക്കേ ഉള്ളൂ. സെലക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ വഴി ഷോർട്ട് ലിസ്റ്റ് ചെയ്തായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതായത് നിങ്ങൾ ലാബ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ ജോലി ഒഴിവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. പരീക്ഷയൊന്നുമില്ല, നേരിട്ട് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത് ഒക്ടോബർ 8-ാം തീയതിയാണ്. താല്പര്യമുള്ളവർ യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ മണ്ണൂത്തിയിൽ പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. പോകുമ്പോൾ നിങ്ങൾ എല്ലാ ഡോക്യുമെൻസും അതിൻ്റെ കോപ്പിയും കൊണ്ടുവരാനായിട്ട് മറക്കരുത്. പിന്നെ ബയോഡേറ്റ, ആപ്ലിക്കേഷനെ കൊണ്ടുപോകണം. താല്പര്യമുള്ളവർക്ക് അപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി.